ചെയ്ത് പഠിച്ചു. എങ്ങനെ സ്വന്തമായി നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ക്യാഷ് ബുക്ക് നോക്കി എഴുതാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടി ഇടുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചേക്കാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് കുറച്ച് ഐറ്റങ്ങൾ പോലെ തന്നിട്ട് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കാൻ ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ് നാം പറഞ്ഞത്. ഇനി നമ്മൾ ഒരു കണക്കൂടെ ചെയ്ത് അതൊന്നുകൂടെ കൃത്യസ്ഥമാക്കുകയാണ്. നിങ്ങൾക്ക് ഈ മോഡലിൽ ഇത്രയും പഠിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഭാഗം പറയുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് 2 ക്വസ്റ്റ്യൻ അല്ലാതെ ചോദിക്കും. എന്തൊക്കെയാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴുള്ള സ്റ്റെപ്പുകൾ? എന്തെല്ലാം സ്റ്റെപ്പ് ഉണ്ട്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പ് ഉണ്ട്? നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്തുകൊണ്ട് പറയും എന്തൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന്, എന്ത് ചെയ്യുക? ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് ഹാൻഡ് ക്യാഷ് ബാക്ക് നമ്മൾ ആദ്യം ഇവിടെ എടുക്കുക. ടേക്ക് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഹാൻഡ് ആൻഡ് ക്യാഷ് ബാക്ക് ഓൺ ദ റെസീറ്റ് സൈഡ്. ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഇത് നമ്മൾ ആദ്യം എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടേക്ക് ദ അല്ലെങ്കിൽ റെക്കോർഡ് ഏതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുക? ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് റവന്യൂ പേയ്മെന്റ്. റവന്യൂ റെസീറ്റ്, ക്യാപിറ്റൽ റെസീറ്റ് കാര്യമുള്ള റവന്യൂ റെസീറ്റ് ആണ്. എല്ലാ റെസീറ്റ്സും നമ്മൾ എഴുതുക. എല്ലാ റെസീറ്റ്സും ഇവിടെ കാണിക്കുക. ഓൾ ദ റെസീറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ റെസീറ്റ് സൈഡ് വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഓർ റവന്യൂ നേച്ചർ. ക്യാപിറ്റൽ നേച്ചർ ആയാലും കൊള്ളാം, റവന്യൂ നേച്ചർ ആയാലും കൊള്ളാം, അത് നമ്മൾ ഇവിടെ എഴുതുക. വെദർ ദേ ആർ ഫോർ ദ കറന്റ് ഇയർ ഓർ പ്രീവിയസ് ഇയർ ഓർ സക്സീഡിംഗ് ഇയർ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എല്ലാം ഇവിടെ എഴുതുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ദ പേയ്മെന്റ്സ് ഓൺ ദ പേയ്മെന്റ് സൈഡ്. പേയ്മെന്റുകളെല്ലാം എവിടെ എഴുതുക? പേയ്മെന്റ് സൈഡ് എഴുതുക. അത് ഏതൊക്കെ പേയ്മെന്റ്സ്? വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഓർ റവന്യൂ നേച്ചർ. ക്യാപിറ്റൽ ആണെന്നോ റവന്യൂ നേച്ചർ ആണോ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, തരത്തിരിക്കേണ്ട കാര്യമില്ല. അതും ഏത് വർഷത്തേക്കാണ് നോക്കേണ്ട കാര്യമില്ല. കറണ്ട് ഇയർ ആണെന്നോ പിന്നെ പ്രീവിയസ് ഇയർ ആണെന്നോ നെക്സ്റ്റ് ഇയർ ആണെന്നോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എല്ലാം ഇവിടെ കാണിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ നോൺ ക്യാഷ് ഐറ്റം ഒന്നും ഇവിടെ എഴുതാൻ പാടില്ല നമ്മൾ പറഞ്ഞു. നോൺ ക്യാഷ് ഐറ്റം എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ, അക്രൂഡ് ഇൻകം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഇതൊന്നും നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. കാര്യം എന്താണ്? അതൊന്നും പൈസ റെസീറ്റ് ഇൻഫ്ലോ ഓഫ് ക്യാഷോ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷോ, ക്യാഷ് ഇങ്ങോട്ട് വരികയോ ക്യാഷ് ബിസിനസ് അങ്ങോട്ട് പോവുകയോ നമ്മൾ ചെയ്യുന്നില്ല. ക്യാഷ് വരികയോ ക്യാഷ് പോവുകയോ ചെയ്താൽ മാത്രം ഇതിനകത്ത് എഴുതിയാൽ മതി. പിന്നെ എന്ത് ചെയ്യുക? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഹാൻഡും ക്യാഷ് ബാങ്കും ഇതിന്റെ ലാസ്റ്റ് കാണിക്കുക. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് തന്നെ പറയാൻ പറ്റും. എന്താണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണെന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതുകയാണെന്നാണ് ഫസ്റ്റ് ഐറ്റം. ക്ലോസിംഗ് ബാലൻസ് അതിനകത്ത് വരാറുണ്ട്, റൈറ്റ് സൈഡ് കാണിക്കും. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഇവിടെ കാണിക്കുക. ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ, ക്ലോസിംഗ് ആണെങ്കിൽ ഇവിടെ കാണിക്കുക. റെസീറ്റ് എല്ലാം ഇവിടെ എഴുതുക, പേയ്മെന്റ് അവിടെ എഴുതുക. അത് ക്യാഷിന്റെ ആയാലും ബാങ്കിന്റെ ആയാലും ഇവിടെ എഴുതുക. പിന്നെ നോൺ ക്യാഷ് ആയിട്ട് ഒന്നും ഇതിനകത്ത് എഴുതരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഫീച്ചേഴ്സും ആ സ്റ്റെപ്പും നമുക്ക് ആശയം വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എഴുതുമ്പോൾ. ഫീച്ചേഴ്സിന്റെ രീതി നമ്മൾ എഴുതണം, മറ്റത് ആ രീതിയിൽ മാറ്റി എഴുതണം. ഇത്രയുള്ള കാര്യം ഒന്ന് തന്നെയാണ് നമ്മൾ ഓർമ്മിച്ചുള്ളത്. ഇനി ഞാനിന്ന് പറയാൻ പോകുന്ന രണ്ടാമത്തെ ഒരു കണക്ക് ഇവിടെ പറയാം. ഐറ്റങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഞാൻ ഈ ഐറ്റങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതിനകത്ത് നമ്മൾ റെക്കറിംഗ് ആണോ നോൺ റെക്കറിംഗ് ആണോ എന്ന് ഞാൻ പറയുന്നതിന് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. എന്താ ഉദ്ദേശം? ഇനി നമ്മൾ ഇത് നോക്കിയാണ് നമ്മുടെ അടുത്ത ഫൈനൽ അക്കൗണ്ടിന്റെ 2 ഭാഗം ഏതൊക്കെയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഐറ്റങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാ ഐറ്റങ്ങളെയും ഞാൻ പരിചയപ്പെടുത്തി പോയിട്ടുണ്ട്. ഒരുവിധം വരാവുന്ന ഐറ്റങ്ങളെല്ലാം പരിചയപ്പെടുത്തി പോയിട്ടുണ്ട്. അതിൽ റെക്കറിംഗ് അഥവാ റവന്യൂ നേച്ചറുള്ള ഐറ്റങ്ങളെല്ലാം റവന്യൂ അക്കൗണ്ടായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും വരും. ക്യാപിറ്റൽ നേച്ചർ എല്ലാം എവിടെയും വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റവന്യൂ ഐറ്റങ്ങളെല്ലാം റവന്യൂ അക്കൗണ്ടിൽ, ക്യാപിറ്റൽ നേച്ചർ എല്ലാം എവിടെയും വരും? നമ്മൾ ബാലൻസ് ഷീറ്റിലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് റവന്യൂ നമ്മൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അത് ഇനി എടുത്ത് അടുത്ത അക്കൗണ്ട് വരയ്ക്കുമ്പോൾ റവന്യൂ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ തന്നെ ഓർമ്മ വരും. അപ്പൊ അതുകൂടെ കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം പറയുമ്പോൾ അത് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്നും കൂടെ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം. അപ്പൊ അത് നമ്മൾ പഠിച്ചിരുന്നാൽ അത് നമ്മളിങ്ങനെ ആദ്യം പോലെ കേൾക്കുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം? അടുത്ത കണക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മനസ്സിലേക്ക് പോകും. ആദ്യം ഒരു ചെറിയ വിഷമം തോന്നിയാലും കണക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനെ സൂചിപ്പിച്ചു പോകുന്നു. ഓക്കെ, ഇനി ഈ കണക്കിനകത്ത് ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് ബാലൻസ് ഉണ്ട്, ഓപ്പണിംഗ് സമയത്തുള്ള ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇത് രണ്ടും ബാലൻസ് ഉള്ളതാണ്. നമുക്കറിയാം. ഓപ്പണിംഗ് ബാലൻസ് അവിടെ കാണിക്കും, പറയും. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് റെസീറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം. റെസീറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ആയിട്ട് കാണിക്കണം. അത് ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതിയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയുണ്ട്, ക്യാഷ് ഇൻ ബാങ്ക് എത്രയുണ്ട് എന്ന് പ്രത്യേകം കാണിക്കാം. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി. ഇനി ഈ സൈഡിൽ വരുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണ്? റെസീറ്റുകളാണ് ഈ സൈഡിൽ വരുന്നത്. അത് ക്യാപിറ്റലോ റവന്യൂ വർഷമോ ഒന്നും നമ്മൾ നോക്കട്ടെ. ഞാൻ ഇതിനകത്ത് റെസീറ്റുകൾ മാത്രം എടുത്തത് പറയാം.
ഒന്ന് സബ്സ്ക്രിപ്ഷൻ, നമ്മൾ കളക്ട് ചെയ്ത സബ്സ്ക്രിപ്ഷൻ 13. ഈ വർഷത്തെ പൈസ എന്ന് പറയുന്നത് 14-15. കാരണം ഞാൻ എഴുതിയിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 മാർച്ച് 2015 ആണ്. അപ്പോൾ 31 മാർച്ച് 2015 ആണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന വർഷം. അപ്പൊ ആ വർഷം എന്ന് പറയുമ്പോൾ 2014 ഏപ്രിൽ 1 മുതൽ ഇതുവരെയുള്ള ഒരു വർഷം. അപ്പൊ 2014 ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് 14-15 പൈസ, അതിന് മുൻ വർഷത്തെ പൈസ കുടിശ്ശി ഉണ്ടായിരുന്നത് ഇപ്പൊ കിട്ടിയത്, അടുത്ത വർഷത്തെ പൈസ ഇപ്പോഴും കിട്ടിയത്. അങ്ങനെ ഈ വർഷം മൊത്തം നമ്മൾ കളക്ട് ചെയ്ത് 9,000 രൂപയാണ്. അപ്പൊ ഈ 9,000 നമ്മൾ മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു റെസീറ്റ് ആണ്. അപ്പൊ അത് റെസീറ്റ് ശരി കാണിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. റെസീറ്റ് ആണ്. ഇനി സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. നമുക്കറിയാം ചില വലിയ വലിയ എന്താണ് കളിസ്ഥലങ്ങളിലൊക്കെ കളിക്കുമ്പോൾ ടെന്നീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളെ മാച്ച് ഒക്കെ നടക്കുമ്പോൾ അവിടെ ആ ക്ലബ്ബുകാർ എന്തെങ്കിലും എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചായയോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ചെറിയ ഒരു ഹോട്ടൽ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ചെറിയ ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പൊ അവര് തന്നെ അവിടെ സാധനം പ്രൊവൈഡ് ചെയ്യും, അത് വിറ്റ് അവർ പൈസ എടുക്കും. അപ്പൊ അങ്ങനെ പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെയുള്ള ചായയും മറ്റുമൊക്കെ വിറ്റ് കിട്ടിയ പൈസ. അപ്പൊ ആ സ്നാക്സ് ഒക്കെ നമുക്ക് വിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു റെസീറ്റ് ആണ്. അതുകൊണ്ട് 1000 rupees എന്ന് പറയുന്നത് സെയിൽ നടത്തുമ്പോൾ നമുക്ക് കിട്ടും. സാധനം കൊടുക്കുന്നു പകരം പൈസ മേടിക്കും. സെയിൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സാധനം കൊടുക്കുക പകരം പൈസ മേടിക്കുക. അങ്ങനെ സാധനം കൊടുത്ത് പൈസ മേടിക്കുമ്പോൾ ആ പൈസ ഇങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് അത് റെസീറ്റ് ആണ്. അതുകൊണ്ട് അത് റെസീറ്റ് കാണിക്കാം. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് റിസീവ്ഡ് ആണ്. എൻട്രൻസ് ഫീ ഞാൻ പറഞ്ഞ അഡ്മിഷൻ ഫീ. നമ്മുടെ സ്ഥാപനം ഒരാൾക്ക് എന്ത് ചെയ്യുമ്പോൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ആ പൈസ നമ്മൾ വാങ്ങിക്കും. അതുകൊണ്ട് എൻട്രൻസ് ഫീ ഒരു റെസീറ്റ് ആണ്. എൻട്രൻസ് ഫീ നമുക്ക് കിട്ടിയത് റെസീറ്റ് ആണ്. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. നമുക്കറിയാം സ്പോർട്സ് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് നമ്മൾ കളിക്കും. അപ്പോൾ ബാറ്റായാലും കൊള്ളാം, ബോളായാലും കൊള്ളാം, മറ്റങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം എന്ത് ചെയ്യും, കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ അത് കേടാവും അല്ലെങ്കിൽ അത് പഴുതായി പോകും. അത് അല്പം നമ്മൾ ബാക്കി വിൽക്കും. അങ്ങനെ നമ്മൾ വിൽക്കുമ്പോൾ ആ സ്പോർട്സ് മെറ്റീരിയൽസ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ പൈസ, പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് നമ്മൾ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ പൈസ, നമ്മൾ സാധാരണ ആദ്യത്തെ വിൽക്കുന്ന പൈസ എന്ന് വിചാരിച്ചുള്ള. അപ്പൊ അങ്ങനെ കിട്ടുന്ന പൈസ വരികയാണ്. അതുകൊണ്ട് അത് റെസീറ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ റിഫ്രഷ്മെന്റ് നടത്തി വിറ്റാൽ നമുക്ക് അത് പൈസ കിട്ടുന്നു, അത് റെസീറ്റ് ആണ്. എൻട്രൻസ് ഫീയുടെ പൈസ നമുക്ക് കിട്ടുന്നു, അത് റെസീറ്റ് ആണ്. ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് വിൽക്കുന്നു, അതിന്റെ പൈസ കിട്ടുന്നു, അത് റെസീറ്റ് ആണ്. അടുത്തത് ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. ഒരു പവലിയൻ കെട്ടാൻ വേണ്ടി നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിന് പവലിയൻ കെട്ടണം. ആ പവലിയൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഡൊണേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്പെസിഫിക് ഡൊണേഷൻ ആണ്. നമുക്കറിയാം കാരണം ഒരു പ്രത്യേക ആവശ്യത്തിനാണ് ഡൊണേഷൻ മേടിച്ചിരിക്കുന്നത്. അത് ഒരു സ്പെസിഫിക് ഡൊണേഷൻ ആണ്. ഇത് നമുക്ക് കിട്ടുന്ന ഐറ്റം ആണ്. അതുകൊണ്ട് അത് നമുക്ക് റെസീറ്റ് സൈഡിൽ പറയാം. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ എന്ന് പറയുന്ന ഒരു റെസീറ്റ് ആണ്. അപ്പൊ അത് റെസീറ്റ് സൈഡിൽ റെസീറ്റ് ആയിട്ട് കാണിക്കാം. റെന്റ് പെയ്ഡ് ആണ്. പെയ്ഡ് ആകുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ല, അതെന്താണ് ഒരു പേയ്മെന്റ് ആണ്. അപ്പൊ റെന്റ് പെയ്ഡ് ഒരു പേയ്മെന്റ് ആണ്. അപ്പൊ റെന്റ് പെയ്ഡ് പേയ്മെന്റ് ആയിട്ട് പറയാം. സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ബോളും ബാറ്റും അങ്ങനെയുള്ള നെറ്റ് അങ്ങനെയൊക്കെയുള്ള നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. പൈസ കൊടുക്കുന്നതെല്ലാം എന്താണ്, പേയ്മെന്റ് ആണ്. അതുകൊണ്ട് ഇത് പേയ്മെന്റ് സൈഡിൽ കാണിക്കണം. ഇത് എപ്പോഴും മേടിക്കണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇതിനെ ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങിച്ചു പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാം, അസറ്റ് വാങ്ങിച്ചാണെന്ന് പറയാം. പർച്ചേസ് റിഫ്രഷ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ വടയോ ചായയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് തേയില വേണം, പഞ്ചസാര വേണം, അല്ലെങ്കിൽ ഉഴുന്ന് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. ഇതിന് വേണ്ടിയുള്ള ഈ റിഫ്രഷ്മെന്റിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അടുത്തത് എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്. അവിടെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട്. ആ ടെന്നീസ് കോർട്ട് മെയിൻ്റെനൻസ് നടത്തണം. അപ്പോഴപ്പോഴും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കോർട്ട് നശിച്ചു പോകും. അപ്പൊ ആ കോർട്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മെയിൻ്റെനൻസ് നടത്തി. അപ്പൊ ആ മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള എക്സ്പെൻസ് അത് നമുക്ക് കിട്ടുകയാണ്, കൊടുക്കുകയാണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുകയാണെങ്കിൽ അത് പേയ്മെന്റ് ആയിട്ട് പറയണം. അപ്പൊ അത് പേയ്മെന്റ് ആണ്. സാലറി പെയ്ഡോ ശമ്പളം ചെയ്യുന്നു നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് പറയാം, അതൊരു പേയ്മെന്റ് ആയിട്ട് പറയാം. അപ്പൊ സാലറി കൊടുക്കുന്നുണ്ട്, അത് പേയ്മെന്റ്. ടൂർണമെന്റ് എക്സ്പെൻസ്. ഒരു ടൂർണമെന്റ് നടത്തുന്നു, ആ ടൂർണമെന്റിന് വേണ്ടി കുറെ പൈസ ചെലവാക്കുന്നു. അപ്പൊ ചെലവാക്കുകയാണെങ്കിൽ ആ പൈസ ഇവിടെ എന്ത് ചെയ്യുന്നു, പോകും. അപ്പൊ പോകുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു എക്സ്പെൻസ് ആണ്, അത് പേയ്മെന്റ് ആണ്. അടുത്തത് ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ഫർണിച്ചർ നമുക്ക് വരും, അതിന്റെ പൈസ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു പേയ്മെന്റ് ആണ്. അപ്പൊ ഫർണിച്ചർ ഒരു പേയ്മെന്റ് ആണ്, അസറ്റ് ആണ്, ഓർമ്മിച്ചോളണം. ഓഫീസ് എക്സ്പെൻസ്. ഓഫീസിലെ എന്തോ എക്സ്പെൻസുകൾ, ഓഫീസിൽ ഒരുപാട് ചെലവുകൾ ഉണ്ടാവും, ക്ലീനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ചെലവുകൾ ഉണ്ടാവും. ആ ചെലവൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ പൈസ കൊടുക്കും, അതുകൊണ്ട് പേയ്മെന്റ് ആണ്, അത് പേയ്മെന്റ് ആണ്. ക്ലോസ് സമയത്തുള്ള ക്യാഷ് ഹാൻഡ്സ്. ക്ലോസ് സമയത്ത് കൈവശം ഇത്ര പൈസയുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഓപ്പണിംഗിൽ ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു, ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് കാണണമെന്നില്ല, കാരണം ബാങ്ക് ബാലൻസ് 0 ആവാം. നമുക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് പറയാം.
ഇല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിലാണ്. ഒന്നെങ്കിൽ ബാങ്ക് ബാലൻസ് കാണും, അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കണ്ടേക്കാം. കഴിഞ്ഞ നമ്മൾ ദിവസം ചെയ്ത കണക്കിനകത്ത് എന്താ പ്രത്യേകത? ആ കണക്കിനകത്ത് രണ്ട് സൈഡ് തുല്യമായിരുന്നത് കൊണ്ട് ബാങ്ക് ബാലൻസ് തന്നിരുന്നു. രണ്ടു വശം ടോട്ടൽ റെസീറ്റും ടോട്ടൽ പേയ്മെന്റും തുല്യമായിരുന്നതുകൊണ്ട് പിന്നെ വ്യത്യാസമില്ല. ഇത് വ്യത്യാസം വന്നാൽ അത് ബാങ്കിലെ ബാലൻസിന്റെ വ്യത്യാസമാണ് നമുക്ക് എന്ത് ചെയ്യാം? ധരിക്കാം. അപ്പൊ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഒരു പരിചയപ്പെട്ടു. അപ്പോ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് 4 ഐറ്റമേ നമുക്ക് എന്തുള്ളൂ? 4 ഐറ്റമേ നമുക്ക് എന്തുള്ളൂ? റെസീറ്റ് ആയിട്ട് 5 ഐറ്റം: സബ്സ്ക്രിപ്ഷൻ, സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്, എൻട്രൻസ് ഫീ, സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഡൊണേഷൻ. ഇത്രയും നമുക്ക് എന്തായിട്ട് പറയാം? നമുക്ക് റെസീറ്റ് ആയിട്ട് പറയാം. ഇതൊക്കെ നമുക്ക് റെസീറ്റുകളാണ്. പിന്നെ റെന്റ് പെയ്ഡ്, സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ്, റിഫ്രഷ്മെന്റ്, എക്സ്പെൻസ് മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, സാലറി പെയ്ഡ്, ടൂർണമെന്റ് എക്സ്പെൻസ്, ഫർണിച്ചർ വാങ്ങിച്ചത്, ഓഫീസ് എക്സ്പെൻസ്, അത്രയും എക്സ്പെൻസുകളാണ്. അവസാനം ക്ലോസ് സമയത്തുള്ള ക്യാഷ് ഹാൻഡ്. ഇത് നമുക്ക് സ്വന്തമായിട്ട് എഴുതി നോക്കാം. ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസ്. അപ്പൊ ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് എങ്ങനെ പറയൂ? ഇവിടെ നമ്മൾ എഴുതും ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വേണം എഴുതാൻ. ഏതൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്? ക്യാഷ് ബാലൻസ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, കൈവശിരിക്കുന്ന പൈസ എത്രയുണ്ട്? 1000. ഇത് വേണമെങ്കിൽ അകത്ത് എഴുതിയിട്ട് കൂട്ടി എഴുതിയാലും മതി. 1000. അതുപോലെ തന്നെ ക്യാഷ് ടു ബാങ്ക്, ബാങ്കിൽ കിടക്കുന്ന പൈസ അകത്ത് എഴുതി കൂട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലതാണ്. ബാലൻസ് ബ്രോട്ട് ഒറ്റ ഐറ്റം കൂട്ടി എഴുതാണ് നല്ലത്. 7200. ഇതാണ് ആദ്യത്തെ ഐറ്റം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്. ഇത് രണ്ടും നമ്മുടെ അകത്ത് എഴുതിയിട്ട് ബാലൻസ് ഒറ്റ എമൗണ്ട് ആയിട്ട് വെളിയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ രണ്ടായിട്ട് എഴുതാം. ഇതിനേക്കാൾ നല്ലത് അകത്ത് എഴുതിയിട്ട് കൂട്ടി കാണിക്കുക. എന്താ കാര്യം? ബാലൻസ് ബ്രോട്ട് എഴുതുക. അടുത്തത് ഒരു റെസീറ്റുകൾ. ആദ്യത്തെ റെസീറ്റ് സബ്സ്ക്രിപ്ഷൻ. ഇത് ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, റവന്യൂ ആണോ ക്യാപിറ്റലാണോ? റവന്യൂ. കാരണം ആവർത്തിച്ച് കിട്ടുന്ന ഐറ്റമാണ് റവന്യൂ ആണെന്ന് ഓർമ്മിക്കണം. കാരണം നമുക്ക് റവന്യൂ അക്കൗണ്ട് ING അക്കൗണ്ട് എടുക്കുമെന്ന് നമുക്ക് ഓർമ്മിക്കാനാണ്. ഇനി അവിടെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ ഇത് റവന്യൂ ആണെന്ന് നോക്കാം. അപ്പൊ അടുത്ത ഇത് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ വർഷത്തെ ഉണ്ട്? 2013-14 500 റുപ്പീസ് കിട്ടി. 2014-15 7600 റുപ്പീസ് കിട്ടി. 2015-16 900 റുപ്പീസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ മൊത്തം 9000 റുപ്പീസ് ആണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ളത്. അത് ഈ കറണ്ട് ഇയറിലെ മാത്രമല്ല, 14-15 മാത്രമല്ല, പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലെ പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ആണ് 9000 രൂപ. ഇവിടെ നമ്മൾ ഏത് വർഷമാണെന്ന് നോക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷമാണ്, ഈ വർഷമാണ്, അടുത്ത വർഷം തരം തിരിച്ചിട്ടില്ല. എല്ലാം നമുക്ക് ഈ വർഷം കിട്ടിയതുകൊണ്ട് ഈ വർഷത്തെ റെസീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അടുത്ത സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. എന്താ? വരവാണ്. അവിടെ റെസീറ്റ് ശരി കാണിക്കുക. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് റെക്കറിംഗ് നേച്ചർ ആണ്, നമുക്കറിയാം. ഇത് റവന്യൂ അക്കൗണ്ടിൽ പോകുന്ന ഐറ്റം ആണെന്ന് ഓർമ്മിച്ചോളാം. റെക്കറിംഗ് നേച്ചർ ആണ്. റവന്യൂ അക്കൗണ്ടായ ING അക്കൗണ്ടിൽ എഴുതിയ ഐറ്റം ആണെന്ന് ഓർമ്മിച്ചോളാം. അടുത്തത് എൻട്രൻസ് ഫീ റിസീവ്ഡ്. അതും കിട്ടുന്ന ഐറ്റമാണ്. അതുകൊണ്ട് റെസീറ്റ് ശരി കാണിക്കുന്നു. ഐറ്റത്തിന്റെ പേര് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ. ഞാൻ വീണ്ടും റെസീപ്റ്റ് തരുന്ന കാര്യമില്ല, കാരണം റെസീപ്റ്റ് ഒന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എൻട്രൻസ് ഫീ 1000 രൂപ എൻട്രൻസ് ഫീ കിട്ടി. ഇത് നമുക്കറിയാം, രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ആവർത്തിച്ച് മേടിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഒരിക്കൽ മേടിച്ച പിന്നെ മേടിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് ആ സ്ഥാപനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആവർത്തിച്ച് കിട്ടുന്നതാണെങ്കിൽ അത് റെക്കറിംഗ് ആണ്, റവന്യൂ അക്കൗണ്ടായ ING അക്കൗണ്ട് എടുക്കണം. അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എടുക്കണം. ഏത് ഫണ്ടിന്റെ ആഡ് ചെയ്യണം? ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം എന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ഓർത്തോളുക. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. അടുത്ത ഐറ്റം സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ഇത് നമുക്കറിയാം എന്താണ്? റെസീറ്റ് ആണ്. അത് വിൽക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. സ്പോർട്സ് മെറ്റീരിയൽസ് ഇങ്ങനെ പഴയതാകുമ്പോൾ നമ്മൾ വിൽക്കും, അതിന്റെ പൈസ നമുക്ക് കിട്ടും. അപ്പൊ കിട്ടുന്ന പൈസ നമുക്ക് റെസീറ്റ് ആയിട്ട് കണക്കാം. റെസീറ്റ്. അടുത്തെന്ന് പറയുന്നത് ഡൊണേഷൻ. ഡൊണേഷൻ. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാത്തത്. കാരണം ഈ ഡൊണേഷൻ നമുക്ക് കിട്ടിയ ഐറ്റമാണ്, അതുകൊണ്ടാണ് റെസീറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. 4600 4600 രൂപ എന്ന് പറയുന്നത് ഡൊണേഷൻ നമുക്ക് കിട്ടിയതാണ്. ഇത് സ്പെസിഫിക് ആണെന്നുള്ള ഓർമ്മ വേണം. സ്പെസിഫിക് അല്ല, റെക്കറിംഗ് അല്ല, ഒറ്റ പ്രാവശ്യമേ കിട്ടുള്ളൂ. അത് ബാലൻസ് ഷീറ്റ് പോകുന്ന ഐറ്റമാണെന്ന് ഓർമ്മിച്ചോളണം. അപ്പൊ ഇത്രയുമാണ് റെസീറ്റ് ശരി വരുന്ന ഐറ്റങ്ങൾ. അതെല്ലാം ഞാൻ റെസീറ്റ് ശരി കാണിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയപ്പോൾ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന ഐറ്റം റെസീറ്റ് ശരി കാണിച്ചു. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് വിറ്റ് കിട്ടുന്ന ഐറ്റം, പൈസ കിട്ടുന്ന ഐറ്റം റെസീറ്റ് ശരി കാണിച്ചു. എൻട്രൻസ് ഫീ
എമൗണ്ട് കിട്ടുന്ന ഐറ്റം റെസിപ്റ്റ് സൈഡ് കാണിച്ചു. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് പൈസ കിട്ടുന്ന ഐറ്റം റെസിപ്റ്റ് സൈഡ് കാണിച്ചു. ഡൊണേഷൻ കിട്ടിയത് ഏതിനായാലും കൊള്ളാം കിട്ടിയതാണ്, അതുകൊണ്ട് റെസിപ്റ്റ് സൈഡ് കാണിച്ചു. ക്ലിയർ ആണ്? ഓക്കെ. അടുത്തത് പേയ്മെന്റുകൾ നോക്കാം. അടുത്ത ഐറ്റം റെന്റ് പെയ്ഡ്. അപ്പൊ പേയ്മെന്റ് ആണെന്ന് അറിയാം, അതുകൊണ്ട് റെന്റ് പെയ്ഡ് എന്നതിന്റെ കാര്യമില്ല, ഇവിടെ പേയ്മെന്റ് എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നതിന്റെ ആവശ്യമില്ലാതെ അത് ഞാൻ എഴുതുന്നില്ല. റെന്റ് എന്ന് പറയുന്നത് 3000 rupees ഞാൻ കൊടുത്തിട്ടുണ്ട്. 3000 rupees ഞാൻ റെന്റ് കൊടുത്തു. പിന്നെയുള്ളത് സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിച്ചതാണ്. സ്പോർട്സ് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കുന്ന ഒരിക്കൽ മാത്രം വാങ്ങിക്കൂടെ, അത് എന്താണ് ഒരു അസറ്റാണ്. അസറ്റ് മേടിച്ചെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽസ് 4800 ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ട ഐറ്റം എന്ന് ഓർമ്മിച്ചോളണം. സ്പോർട്സ് മെറ്റീരിയൽ 4800. എല്ലാ വർഷവും സ്പോർട്സിന്റെ ഐറ്റങ്ങൾ വാങ്ങിക്കണം നിർബന്ധമില്ല. നമ്മൾ ഒരുമിച്ച് ബൾക്കായിട്ട് മേടിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മേടിക്കും. അതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ എന്താണ് ഒരു നോൺ റിക്കറിംഗ് നേച്ചറാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റാണ് വരിക. പൈസ കൊടുത്തേ മേടിക്കാൻ പറ്റും, അതുകൊണ്ട് അസറ്റാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു സ്വഭാവം തന്നെ എന്താണ്, പൈസ കൊടുക്കുന്നില്ല, പേയ്മെന്റുകളാണ്. ക്യാപിറ്റൽ പേയ്മെന്റ് എല്ലാം അസറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് സാധാരണ. ഓർത്തുകൊള്ളുക. ഓക്കെ. പർച്ചേസ് ആൻഡ് റിഫ്രഷ്മെന്റിന് വേണ്ടി അത് നമ്മള് ഈ ചെറിയ ചെറിയ എന്താണ് തട്ടുകട പോലെ നടത്തുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ഈ റിഫ്രഷ്മെന്റ് സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഉടനെ വിടുന്ന റിഫ്രഷ്മെന്റിന് വേണ്ടി പൈസ. റിഫ്രഷ്മെന്റിന് വേണ്ടിയുള്ള പർച്ചേസ് അതെന്ന് പറയുന്നത് 600 രൂപ ഞാൻ എന്ത് ചെയ്തു, ആ റിഫ്രഷ്മെന്റിന് വേണ്ടിയുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, സാധനം മേടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്. അതും എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എല്ലാം പേയ്മെന്റ് ആണ്. അപ്പൊ ടെന്നീസ് കോർട്ട് ഉള്ള കാലത്തോളം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ പൈസ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു റെക്കറിംഗ് നേച്ചർ ആണ്. അത് റവന്യൂ അക്കൗണ്ടായ IN അക്കൗണ്ട് എടുക്കുന്നത് ഓർമ്മ വേണം. എന്തായിക്കോട്ടെ, ഇതൊരു പേയ്മെന്റ് ആണ്. എന്തുകൊണ്ട് പേയ്മെന്റ് ആണ്? എക്സ്പെൻസ് ആയതുകൊണ്ട്. അപ്പൊ എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് 2000 rupees നമ്മൾ അതിനുവേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഓക്കെ. അടുത്തത് സാലറി പെയ്ഡ് ആണ്. ശമ്പളവും നമ്മൾ കൊടുക്കുന്ന ഐറ്റമാണ്, പേയ്മെന്റ് ആണ്. പൈസ കൊടുക്കുന്ന ഐറ്റമാണ്, പേയ്മെന്റ് ചെയ്ത് കാണിക്കണം. സാലറി 2500. സാലറി എന്ന് പറയുന്നത് 2500 പേയ്മെന്റ് ആണ്. അത് നമുക്കറിയാം ആവർത്തിച്ച് കൊടുക്കുന്ന ഐറ്റമാണ്. അപ്പൊ ആവർത്തിച്ച് കൊടുക്കുന്ന ഐറ്റം ആയതുകൊണ്ട് റെക്കറിംഗ് ആണ്. അത് റവന്യൂ അക്കൗണ്ടായ IN അക്കൗണ്ടിൽ എടുക്കണമെന്ന് നമ്മൾ ഓർത്തോളണം. ഓക്കെ. ടൂർണമെന്റ് എക്സ്പെൻസ്. ടൂർണമെന്റിന് വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസുകൾ. ടൂർണമെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2400. ഇവിടെ ഫണ്ടൊന്നുമില്ല. ടൂർണമെന്റിന് ഫണ്ടൊന്നും ഉണ്ടാക്കി വെച്ചായിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പൊ ടൂർണമെന്റ് എക്സ്പെൻസ് നമുക്ക് എക്സ്പെൻസ് ആണ്, അതിനുവേണ്ടി പൈസ കൊടുക്കുകയാണ്. അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കും. ഇത് നമ്മള് എന്താണ് എക്സ്പെൻസ് എല്ലാ വർഷവും നടത്തുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു റെക്കറിംഗ് നേച്ചർ ആണ്. അത് നമ്മൾ റവന്യൂ അക്കൗണ്ട് എടുക്കും. അതിലൊരു ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സമയം വരുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിച്ച് പറയാം. അപ്പൊ ടൂർണമെന്റ് എക്സ്പെൻസ് ആയി. അടുത്ത ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുത്താണ് ഫർണിച്ചർ മേടിക്കുന്നത്. അതുകൊണ്ട് ഫർണിച്ചർ പൈസ പോയി. പക്ഷെ ഫർണിച്ചർ നമുക്കറിയാം അസറ്റ് ആണ്, ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് അതിവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റ് കാണിക്കും. ബാലൻസ് ഷീറ്റിലൂടെ കാണിക്കാം. ഓക്കെ. പേയ്മെന്റ് ആണുള്ളത് ഓർമ്മിച്ചുള്ള. അടുത്തത് ഓഫീസ് എക്സ്പെൻസ്. ഓഫീസിന്റെ എക്സ്പെൻസുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൈസ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മള് ഇവിടെ കാണിക്കും ഓഫീസ് എക്സ്പെൻസ് 1200. ക്ലോസിംഗ് ക്യാഷ് ഇവിടെ എഴുതും ബാലൻസ് ക്യാരി ഡൗൺ. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 400 rupees ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ തന്ന ഐറ്റങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സമയത്തുള്ള ബാലൻസ് എഴുതി. ഇവിടെ ഞാൻ റെസീറ്റ് പേയ്മെന്റ് മാത്രമേ പറയുന്നുള്ളൂ. IN അക്കൗണ്ടിനെ പറ്റി ഞാൻ ഇപ്പൊ സൂചിപ്പിക്കുന്നില്ല, കാരണം രണ്ടുകൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ ഇവിടെയുള്ള ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ബാങ്ക് ചോദ്യം നോക്കി ആദ്യം എഴുതുക. പിന്നെ റെസീറ്റുകൾ എഴുതുക. റെസീറ്റ് സബ്സ്ക്രിപ്ഷൻ വർഷം തിരിക്കേണ്ട കാര്യമില്ല, അതെല്ലാം എഴുതുക. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് നമുക്ക് റെസീറ്റ് ആണ്, അത് എഴുതുക. എൻട്രൻസ് ഫീ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കിട്ടുന്ന റെസീറ്റ് ആണ്, അത് എഴുതുക. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്, അത് കാണിക്കുക. ഡൊണേഷൻ നമുക്ക് റിസീവ്ഡ് ആണ്, അത് റെസീറ്റ് സൈഡിൽ കാണിക്കുക. ഇത്രയുമാണ് നമ്മുടെ റെസീറ്റുകൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റെന്റ് പെയ്ഡ് ആണ്. റെന്റ് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് അതൊരു പേയ്മെന്റ് ആണ്, അതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. പർച്ചേസ് റിഫ്രഷ്മെന്റിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണ്, പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ എഴുതുക. എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് മെയിൻ്റെനൻസ് നടത്താൻ വേണ്ടി നമ്മൾ പൈസ ചെലവാക്കുകയാണ്. ചെലവാക്കുമ്പോൾ പൈസ കൊടുക്കുന്നതിനാണ് ചെലവെന്ന് പറയുന്നത്, അതുകൊണ്ട് അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക.
സാലറി പെയ്ഡ്, ശമ്പളം നമ്മൾ കൊടുക്കുകയാണ്, അതുകൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്, അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ടൂർണമെന്റ് എക്സ്പെൻസ്, എന്ത് എക്സ്പെൻസ് ആയാലും നമ്മൾ കൊടുക്കുകയാണ്, അത് കൊടുക്കുന്നുണ്ട്, അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ഫർണിച്ചർ നമ്മൾ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുത്താണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്, അത് പൈസ കൊടുക്കുന്നതുകൊണ്ട് അത് പേയ്മെന്റ് ആണ്, പേയ്മെന്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് കാണിക്കുക. ഓഫീസ് എക്സ്പെൻസ് നമ്മൾ കൊടുക്കുകയാണ്, കൊടുക്കുന്നുണ്ട്, അത് പേയ്മെന്റ് ആണ്, അതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ക്ലോസിംഗ് ക്യാഷിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ ക്ലോസ് സമയത്തുള്ള ബാലൻസ് ക്യാരിഡ് എന്ന് എഴുതിട്ട് ക്യാഷിംഗ് ആയിട്ട് കാണിക്കുക. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, എന്താണ് സൂചിപ്പിച്ചത്? ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു, ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ക്ലോസിംഗിൽ ബാങ്ക് ബാലൻസ് തന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കൂട്ടി നോക്കിയാണ്, ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് അറിയാം ഇവിടെ ഒരു 7000, 8000, 16 അത്രത്തോളം രൂപ ഇവിടെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ അത്രയും ഇല്ല, 1, 2, 4, 6, 8 ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പൊ നമ്മളിവിടെ ഒന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടം പറയാം. ഒന്ന് കൂട്ടി നോക്കാം, മൊത്തം ഒന്ന് കൂട്ടി നോക്കാം. 0, 0, 6 2 8, 2 10, 0, 1 4 5, 6 7, 8 17, 24, 25. 25,000 rupees ആണ് ടോട്ടൽ. അത് നമ്മൾ ആദ്യ ലെവലിൽ തന്നെ മറുസൈഡ് കാണിക്കുക. 25,000 rupees ആണ് ആകെ റെസീറ്റ്. എത്ര പേയ്മെന്റ് ഉണ്ടോ നമുക്ക് നോക്കാം. 3000, 4500 ഇങ്ങനെ നമുക്ക് പേയ്മെന്റ് ഉണ്ട്. ഞാനതിന്റെ പേയ്മെന്റ് ഈ റെസീറ്റിൽ നിന്ന്, ടോട്ടൽ റെസീറ്റിൽ നിന്ന് പേയ്മെന്റ് കഴിച്ച് ബാക്കിയുള്ള പൈസ, അപ്പൊ നിങ്ങൾ ഇതെല്ലാം കാൽക്കുലേറ്റ് അടിച്ച് കൂട്ടിയെടുക്കണം. അപ്പൊ എത്ര പേയ്മെന്റ് എന്ന് കിട്ടും. ഈ ടോട്ടൽ റെസീറ്റിൽ നിന്ന് ഈ പേയ്മെന്റ് കുറയ്ക്കുക, അപ്പൊ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള പൈസ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0, 0, 0, 0, 0, 0. അടുത്തത് 8, 6, 14, 14, 5, 19, 19, 4, 23, 5, 28, 2, 30, 34, 37 കഴിഞ്ഞാൽ വരുന്ന 0, 40, 6 എഴുതി, 4, 4, 3, 7, 4, 11, 13, 15, 17, 18, 19, 19, 6, 25. 6,600. 6,600. ഓക്കെ, 6,600 രൂപ. ഇതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തെഴുതും? എന്തെഴുതും? ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക്. ബ്രാക്കറ്റ് കാണിക്കും, ബാലൻസിംഗ് ഫിഗർ. ഇതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കണക്കിനകത്ത് രണ്ട് സൈഡ് തുല്യമായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ രണ്ട് സൈഡ് തുല്യമാക്കി തരില്ല, ഒരു ഡിഫറൻസ് കാണും. അപ്പൊ ഇവിടെ ഡിഫറൻസ് വന്നുകൊണ്ട് നമുക്കറിയാം ബാലൻസ് ക്യാഷ് ഹാൻഡ് ക്യാഷ് ബാങ്ക് ആണ് ഇവിടെ. ഇവിടെയാണ് വ്യത്യാസം വന്നിരുന്നെങ്കിലോ, അതായത് ഇവിടെ കൂടുതലും ഇവിടെ കുറവാണെങ്കിലോ, ആ വ്യത്യാസത്തിന്റെ എമൗണ്ട് ഇവിടെ എഴുതിയിട്ട് ആ എമൗണ്ട് വെറുതെ എഴുതാൻ പാടില്ല. അതിന് നേരത്തെ നമ്മൾ എഴുതും എന്താണ്? ബാലൻസ് ക്യാരിഡ് ഓൺ തന്നെ എഴുതും. പക്ഷെ എഴുതുന്ന വാക്ക് എന്തായിരിക്കും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് എഴുതാൻ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പൊ ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ എഴുതി, ഇവിടെയാണ് വരുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇനി നിങ്ങൾ ഈ കണക്ക്, ഇപ്പൊ ഞാനിപ്പോ ചെയ്ത ഈ കണക്ക് നമുക്ക് അടുത്ത ദിവസവും നിങ്ങൾ പകർത്തി വെക്കണം. പകർത്തി വെച്ചാൽ നമുക്ക് ഈ കണക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുമോ നമുക്ക് ഇതേ കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുമെന്ന് ഇത് നോക്കി നമ്മൾ ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നിരിക്കുന്ന ഒരു സമ്മറി വെച്ചുകൊണ്ട് റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കി. ഇനി ഈ റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കി നമുക്ക് എന്ത് തയ്യാറാക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അപ്പൊ ഈ കണക്ക് ഉപയോഗിച്ച് ഇതാണ് നമുക്ക് ചോദ്യം എന്ന് വിചാരിച്ചോണം. ഈ ചോദ്യം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കും നോക്കും. അതിൽ രണ്ട് ഭാഗമായിട്ടേ പോകുള്ളൂ. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പിന്നെ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ മറ്റ് സവിശേഷതകൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് പോകും. അപ്പൊ ഈ കണക്കുകൾ അന്ന് വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് കണ്ടിരിക്കണം. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പം കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇതിലൂടെ ഇടുകയും ചെയ്യും. അപ്പൊ അതുകൂടെ നോക്കി നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പിക്കുക. സംശയങ്ങൾ വരെ ഉണ്ടെങ്കിൽ ചോദിക്കുക. കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ പ്രോബ്ലം പാർട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആ പ്രോബ്ലം പാർട്ട് തുടങ്ങുമ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ, ഞാൻ പറഞ്ഞ ഇതുവരെ പറഞ്ഞ ഐറ്റങ്ങളും നേച്ചറും അതിന്റെ സ്വഭാവവും ഒക്കെ വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു തീർക്കുന്നതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. എന്താണ്? ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക, ഇവിടെ റെസീറ്റുകൾ കാണിക്കുക. അത് ഏതൊക്കെ റെസീറ്റ് കാണിക്കും? ക്യാപിറ്റൽ നേച്ചർ എന്നോ റവന്യൂ നേച്ചർ എന്നോ തരം തിരിക്കരുത്, അത് എഴുതുക. അതിനെ കറണ്ട് ഇയർ ആണെന്നോ പ്രീവിയസ് ഇയർ ആണെന്നോ സക്സീഡിംഗ് ഇയർ ആണെന്നോ നോക്കണ്ട, ഈ വർഷം കിട്ടിയോ എന്ന് മാത്രം നോക്കുക, അതെല്ലാം എഴുതുക. ഇവിടെ പേയ്മെന്റ് എഴുതുക. പേയ്മെന്റ് ക്യാപിറ്റൽ പേയ്മെന്റ് ആണോ റവന്യൂ പേയ്മെന്റ് ആണോ എന്ന് തരംതിരിക്കരുത്, എല്ലാ പേയ്മെന്റ് എഴുതുക. അത് ഏതൊക്കെ വർഷത്തെ എഴുതുക. കറണ്ട് ഇയറിലെ പൈസ ആയാലും കൊള്ളാം, നെക്സ്റ്റ് ഇയറിലെ പൈസ ആയാലും കൊള്ളാം, പ്രീവിയസ് ഇയറിലെ പൈസ ആയാലും കൊള്ളാം, കൊടുത്തത് ഈ വർഷം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് എഴുതുക. ബാലൻസ് എത്രയുണ്ടെന്ന് എഴുതുക. ഇതിനകത്ത് ഏത് വരില്ല?
നോൺ ക്യാഷ് ഐറ്റമായ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, അക്രൂഡ് ഇൻകംസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇതൊന്നും പൈസ കിട്ടുകയോ കൊടുക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ഇതിനകത്ത് വരില്ല. അത് ഓർമ്മിച്ചുകൊണ്ട് ഇതിനകത്ത് പിന്നെ ക്യാഷ് കിട്ടിയ പൈസയാണെന്നോ ബാങ്കിൽ കിട്ടിയ പൈസയാണെന്നോ തരംതിരിക്കേണ്ട കാര്യമില്ല. കിട്ടിയോ അത് റെസീറ്റ്, കൊടുത്തോ അത് പേയ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. വ്യക്തമായി മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. 2 കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 കണക്കുകളും വ്യക്തമായിട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ഭാഗം അവസാനിച്ചതായിട്ട് മനസ്സിലാക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മനസ്സിലാക്കി ചോദിക്കുകയും ചോദിക്കാൻ പഠിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ.